ഹായ്, ഞാനിന്ന് വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു വന്നത്. കുറേ ദിവസമായി ഞാൻ ബോച്ചേട്ടി വാങ്ങിക്കണം, എന്തെങ്കിലുമൊക്കെ കൂപ്പൺ അടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി കുറേ ദിവസം അന്വേഷിച്ച് നടന്നതായിരുന്നു. അങ്ങനെ കോഴിക്കോട് പിജിക്കാട്ടിൻ്റെ ഷോപ്പിൽ ഞാൻ ഇതിൻ്റെ ഇത് കണ്ടു. അങ്ങനെ എരഞ്ഞിപ്പാലത്ത് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ഷോപ്പ് പിജിക്കാട്ടിൻ്റെ, അവിടുന്ന് ഞാൻ ഇതാ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, 160 രൂപ. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റത്തെ കൂപ്പൺ ഇതാ പൊട്ടിച്ച്, ഇതിനകത്ത് കൂപ്പൺ ഉണ്ടായിരുന്നു. കൂപ്പൺ ഉണ്ട്. ഞാൻ ഇപ്പോൾ സ്കാൻ ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഈ കൂപ്പണ് അടിച്ച് നോക്കിയപ്പം ആൾറെഡി യൂസ്ഡ് എന്നാണ് വന്നിട്ടുള്ളത്. ഇത് എന്താ അങ്ങനെ പറ്റിയതെന്ന് അറിയില്ല, ഇനി അങ്ങനെ ഉണ്ടാവുമെന്നും അറിയില്ല. ഭയങ്കര സങ്കടമായിട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പൈസയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ടോട്ട് എടുത്താൽ എന്തായാലും ചായപ്പൊടിയെങ്കിലും കുടിക്കാം, ആ ഒരു ഇതിൽ ബോച്ച നമ്മളെ ചതിക്കില്ല എന്നുള്ള വലിയൊരു ഇതായിരുന്നു. ഇനിയിപ്പം ഇതാരാണ് ഇപ്പോൾ ഈ കോഡില്ലേ, ഈ കോഡ് ആൾറെഡി യൂസ് ചെയ്താന്നാണ് വന്നത്. അപ്പം ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വാങ്ങുകയാണ്. കുറേ അന്വേഷിച്ചു, കുറേ വീഡിയോസൊക്കെ കണ്ടപ്പം എങ്ങനെയും കുറച്ചൊരു പൈസയൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇനിയിപ്പം ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതാ അവസ്ഥ. ബാക്കിയുള്ളതൊക്കെ എന്താണെന്നറിയില്ല. എന്തായാലും ചായപ്പൊടിയെങ്കിലും കുടിക്കാമല്ലോ. എന്നാലും ഇത് ഓൾറെഡി യൂസ് എന്ന് പറയുമ്പോൾ ഈ പൊട്ടിക്കാത്ത പേക്ക് എങ്ങനെയാണ് ഇനി പൊട്ടിച്ചിട്ട് അതുപോലെ ഒട്ടിച്ച് വെച്ചതാണോ അവർ, എന്താ ഇതിൽ സംഗതി എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ വിഷമമുണ്ട്. കവറ് കണ്ടാൽ ഞാൻ തന്നെയാണ് പൊട്ടിച്ചത്, കണ്ടപ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഞാൻ അവർ പറഞ്ഞ പോലെ ഗൂഗിളിൽ ബാർകോഡിൽ സ്കാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ സൈറ്റ് വന്നു. ഞാൻ അതിലടിച്ച് നമ്പറും എല്ലാം കൊടുത്ത് വളരെ എക്സൈറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ എല്ലാം അടിച്ചു കഴിഞ്ഞപ്പം കോഡ് ഓൾറെഡി യൂസ് ചെയ്താണെന്നാണ് വന്നത്. സങ്കടമുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, പാവപ്പെട്ടോലെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണത് ആരാ? ഇനിയിപ്പോൾ ആ കടക്കാരാണോ, അവരെങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല കേട്ടോ. സങ്കടം ഉണ്ടായതായാലും. ഇനി ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഞാൻ പറയാം.